ശ്രീ KBS ഹരിദാസ് തീർച്ചയായും നമുക്കൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ KBS ഹരിദാസ്, ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അങ്ങ് ഈ മധ്യ കേരളത്തിന്റെ ഒരു ട്രെൻഡ് വിലയിരുത്തുമ്പോൾ പാലാ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നമുക്ക് എങ്ങനെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്താം? ഇത്തവണ വളരെ രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ചില മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ നിലപാടിലായിരുന്നു, പ്രത്യേകിച്ച് ക്രൈസ്തവരോടൊക്കെ തന്നെ. കേരളത്തിൽ ക്രൈസ്തവ സമൂഹം പ്രതിസന്ധി നേരിട്ടപ്പോൾ കൂടെ നിന്നത് BJPയാണ്, NDA ആണ്. പല അരമനയ്ക്ക് മുമ്പിൽ ഈരാറ്റുപേട്ടയിലെ പോപ്പുലർ ഫ്രണ്ടുകാർ വടിവാളുമേന്തി ബിഷപ്പിനെതിരെ പ്രകടനം നടത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് പാലാ ബിഷപ്പിന് അഭിവാദ്യം അർപ്പിച്ച് സംരക്ഷണം ഉറപ്പ് നൽകിക്കൊണ്ട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് അന്ന് BJPയാണ്. നർക്കോട്ടിക് ജിഹാദിൻ്റെ പേരിൽ പാലാ ബിഷപ്പിനെതിരായിട്ട് കേസെടുത്തപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അവിടെ പ്രകടനം നടത്തിയ പോപ്പുലർ ഫ്രണ്ടുകാരനെ വെറുതെ വിടുക ചെയ്തത്. അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? UDF എടുത്ത നിലപാടെന്താ? ബിഷപ്പിനൊപ്പം നിന്നോ? പോപ്പുലർ ഫ്രണ്ടുകാർക്കൊപ്പമായിരുന്നില്ലേ? അപ്പോൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്രൈസ്തവ സഭയ്ക്കൊപ്പം ഉണ്ടായിരുന്നു BJP എന്നൊരു മെസ്സേജ് അത് വ്യക്തമാക്കാൻ, അത് അനുഭവത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൻ്റെ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ എടുത്ത ഒരു നിലപാടെന്താ? മുന്നോട്ട് പോയില്ല അദ്ദേഹത്തെ അവരെ ജയിലിൽ നിന്ന് ഇറക്കാനും മറ്റും അദ്ദേഹം സ്ഥലത്ത് ചെന്നതുമൊക്കെ നമ്മൾ കണ്ടതല്ലേ. നമ്മൾ കൂടെ നിൽക്കും, തെറ്റ് കണ്ടാൽ തുറന്ന് പറയുമായിരിക്കാം, പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കും. കമ്മ്യൂണിസ്റ്റുകാരെ പോലെയല്ല, കോൺഗ്രസ്സുകാരെ പോലെ അല്ല എന്ന് ക്രൈസ്തവ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ BJP ശ്രമിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലൂടെ ഈ ബിഷപ്പുമാരെയും കർദിനാൾമാരെയും കാണുക മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ BJP ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്, തീവ്രമായ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആകെ തുക എന്താണ്? അത് ബോധ്യപ്പെടുത്തുന്നതായിരിക്കും ഈ 3 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം ചാണക്യയുടെ സർവേയിൽ പറയുന്നുണ്ടല്ലോ, 11% വോട്ട് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് NDAക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ NDAയിലേക്ക് പുതുതായിട്ട് വന്നൊരു കക്ഷിയുണ്ട്, എറണാകുളം ജില്ലയിൽ നല്ല സ്വാധീനമുള്ള 2020. അവരുടെ അടിത്തറ, അവരൊരു എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവും ആ പാർട്ടിയിൽ, പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട വിഭാഗം ക്രൈസ്തവർ തന്നെയായിരുന്നു. അതിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈസ്തവ നേതാക്കൾ തന്നെയാണ്. അങ്ങനെ ഒരു വലിയ പാർട്ടി BJPയോടൊപ്പം വരികയും NDAയോടൊപ്പം ചേരുകയും ഒക്കെ ചെയ്തപ്പോൾ അതും നല്ലൊരു മെസ്സേജാണ് കേരളത്തിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് NDA ആഗ്രഹിച്ചത്, വിശ്വസിച്ചത്. അത് ബോധ്യപ്പെടുത്തുന്ന വോട്ടിംഗ് ഫലമായിരിക്കും പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും പൂഞ്ഞാറിലും കാണുക. ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കാം. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, രാജ്യസഭാ മെമ്പറാണ്. 82 കാലം മുതൽ കോട്ടയം ജില്ലയിലെ BJPയുടെ പ്രവർത്തനവുമായിട്ട് സഹകരിച്ച് പോന്നിട്ടുള്ള, അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെ പൊതുരംഗത്ത് വന്നിട്ടുള്ള നേതാവാണ് അദ്ദേഹം. അങ്ങനെ നിൽക്കുന്ന ഒരു നേതാവ് അതേ സമയത്ത് ഒരു എന്താ പറയുക, ക്രൈസ്തവ വിഭാഗത്തിന് വിശ്വാസമുള്ളൊരു നേതാവ്. അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തിന് ക്രൈസ്തവ വിഭാഗം കൈയൊഴിയും എന്ന് ചിന്തിക്കാൻ കഴിയില്ല. മുൻകാലങ്ങളിൽ ഒന്നും കിട്ടാത്ത വണ്ണമുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് കാഞ്ഞിരപ്പള്ളിയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും പാലായി, ഈ 3 അതൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു തട്ടകമായിട്ട് നമ്മളതിനെ കാണണം.